Hi all, welcome to Competitive Cracker. ഞാൻ അഖില വിപിൻ. സെറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു അല്ലേ? വളരെ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. പക്ഷേ മെയ് 28-ാം തീയതിയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപേക്ഷിക്കാൻ ഇരിക്കുന്നവർ ഇല്ലെങ്കിൽ ഒരു HSST സ്വപ്നം കാണുന്നവരാരും ഈ ഡേറ്റ് മറന്നു പോകരുത്. മെയ് 28-ാം തീയതിയാണ്. പക്ഷേ ലാസ്റ്റ് നിമിഷത്തേക്ക് വെച്ചേക്കുകയും ചെയ്യരുത്. അപ്പോഴേക്കും സൈറ്റൊക്കെ ഹാങ് ആകും. നിങ്ങൾക്ക് ചിലപ്പോൾ ഡേറ്റ് നീട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചാൻസ് പോകും. HSST എക്സാമിന് മുന്നോടിയായിട്ട് നടക്കുന്ന അവസാനത്തെ എക്സാം എന്ന രീതിയിൽ ഈ സെറ്റ് എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം ഒരു HSST എക്സാമിന് തൊട്ട് മുമ്പാണ് അല്ലേ? ഇനി എങ്ങനെ പോയാലും ഒരു 3 മാസം മാക്സിമം 3 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ HSST നോട്ടിഫിക്കേഷൻ വരും. കാരണം ഇപ്പോൾ ഒരു PSCയുടെ ഒരു ട്രെൻഡ് അങ്ങനെയാണ് അല്ലേ? HSA എക്സാം കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോഴത്തേക്കും HSST വിളിക്കാറാണ് പതിവ്. കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു. ഈ പ്രാവശ്യവും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത്ര ഗ്യാപ്പേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളത് വളരെ മസ്റ്റായിട്ട് നടക്കേണ്ട ഒരു ആവശ്യമാണ്. അതായത് ഹയർ സെക്കൻഡറി അധ്യാപികയാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും ക്വാളിഫൈ ചെയ്യേണ്ട ഒരു എക്സാം തന്നെയാണ് അല്ലേ? നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ എത്ര വലിയ ഭീമമായിട്ടുള്ള സിലബസ് ആണെങ്കിൽ പോലും അതിൻ്റെ കോർ ഏരിയാസ് എല്ലാം അറിഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെറ്റ് എക്സാം വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. CCയിൽ 90 ഡേയ്സിൻ്റെ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ കുട്ടികളുടെ എല്ലാം ഒരു സക്സസ് സ്റ്റോറികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കേരളത്തിലെ മറ്റേതൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും ഏറ്റവും കൂടുതൽ കുട്ടികളെ സെറ്റ് എക്സാമിന് വിജയിപ്പിച്ചിട്ടുള്ള ഒരു കോഴ്സിൻ്റെ അല്ലെങ്കിൽ വിജയിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ അംഗം എന്ന നിലയിൽ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഫാക്കൽറ്റി എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇനിയുള്ള സെറ്റ് എക്സാമിലും ഈ വിജയം ഞങ്ങൾ തീർച്ചയായിട്ടും ആവർത്തിക്കും. അപ്പോൾ അതിലൊരു പങ്കാളിയാകാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള സെറ്റ് എക്സാം CCയുടെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് സെറ്റ് എക്സാം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത്രയും നാളത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് ഇനിയും നിങ്ങളിലോട്ടും എത്തിത്തരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോടെക്നോളജിയിലെ റെസ്ട്രിക്ഷൻ എൻസൈംസിനെ കുറിച്ചാണ് അല്ലേ? ഒരു ബയോടെക്നോളജി എന്ന് പറയുന്നത് തന്നെ ഒരു ടെക്നോളജിയാണ്. ആ ടെക്നോളജിയിൽ ഏറ്റവും എസെൻഷ്യലായിട്ട് വേണ്ട ഒരാളാണ് മോളിക്കുലാർ സിസേഴ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണ്? മോളിക്കുലാർ സിസേഴ്സ് അല്ലേ? മോളിക്കുലാർ സിസേഴ്സ് എന്ന് വെച്ചാൽ മോളിക്യൂൾസിനെ അല്ലെങ്കിൽ മോളിക്കുലാർ DNA കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുവിനെയാണ് നമ്മളിന്ന് വിളിക്കുക മോളിക്കുലാർ സിസേഴ്സ് എന്ന് വിളിക്കുക. ആ മോളിക്കുലാർ സിസേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? റെസ്ട്രിക്ഷൻ എൻസൈംസ്. എന്താണ് റെസ്ട്രിക്ഷൻ എൻസൈം? ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ റെസ്ട്രിക്ഷൻ ഉള്ള എൻസൈംസ് ആണ് അല്ലേ? എന്തിനുള്ള റെസ്ട്രിക്ഷൻ ഉള്ള എൻസൈംസ് ആണ്? ക്ലീവേജിന് റെസ്ട്രിക്ഷൻ ഉള്ള എൻസൈംസ് ആണ്. ഇതൊരു എൻസൈമാണ്. അത് റെസ്ട്രിക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്തിനെ ക്ലീവ് ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻ ഉള്ള എൻസൈംസാ? DNA ക്ലീവ് ചെയ്യാനുള്ള എൻസൈം. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആകെ റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യമേ വരൂ അല്ലേ? അത് DNA ക്ലീവ് ചെയ്യാൻ അല്ലെങ്കിൽ DNA കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈംസ് എന്ന് മാത്രം അല്ലേ? ശരിക്കും അങ്ങനെയാണോ? അല്ല. റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത് ശരിക്കും ബാക്ടീരിയ പ്രോകാരിയോട്സിൽ കണ്ടുവരുന്ന ഒരു എൻസൈംസ് ആണ്. ന്യൂക്ലിയസിൽ കണ്ടുവരുന്നത് പ്രോകാരിയോട്സിൽ ന്യൂക്ലിയസ് ഇല്ല, അവരുടെ സൈറ്റോപ്ലാസ്റ്റിൽ കണ്ടുവരുന്ന ഒരു എൻസൈംസ് ആണ് ഏതെന്ന് പറയുന്നത്? റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ബോഡിയിൽ ഒരിക്കലും റെസ്ട്രിക്ഷൻ എൻസൈംസ് ചെയ്യുക DNA കട്ട് ചെയ്യുക എന്നുള്ള പ്രോസസ് അല്ല. പകരം എന്താ? അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? ഈ DNA അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ബാക്ടീരിയസിനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസസിൽ നിന്നും അതിനെ നമ്മളെന്തെന്ന് വിളിക്കുക? ബാക്ടീരിയോഫേജ് എന്ന് വിളിക്കുക. അപ്പോൾ ബാക്ടീരിയോഫേജിൽ നിന്നും ആ DNAയുടെ അല്ലെങ്കിൽ ബാക്ടീരിയൽ DNA പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സൈറ്റോപ്ലാസം പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമാണ് ഏതെന്ന് പറയുന്നത്? റെസ്ട്രിക്ഷൻ എൻസൈം. ഇതിന് എന്തുകൂടി ഫംഗ്ഷനുണ്ട്? DNA കട്ട് ചെയ്യാനോ സഹായിക്കാം. മനസ്സിലായോ? അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും DNA കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന എൻസൈംസ് എന്ന് വരരുത്. പകരം എന്തുകൂടിയുണ്ട്? ബാക്ടീരിയയിൽ ഇൻബോൺ ആയിട്ട് അതിനെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ആ DNA പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എൻസൈംസ് കൂടിയാണ് ഏതെന്ന് പറയുന്നത്? റെസ്ട്രിക്ഷൻ എൻസൈംസ്. അപ്പോൾ എന്താണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് വെച്ചാലോ? എന്താണ് റെസ്ട്രിക്ഷൻ? ദേ ആർ മോളിക്കുലാർ സിസേഴ്സ്. അവയെ എന്തെന്ന് വിളിക്കും? മോളിക്കുലാർ സിസേഴ്സ് എന്ന് വിളിക്കും അല്ലേ? എന്തുകൊണ്ടാണ് അവയെ മോളിക്കുലാർ സിസേഴ്സ് എന്ന് വിളിക്കാൻ കാരണം? ബിക്കോസ് ദേ ക്യാൻ കട്ട്. എന്തിനെ കട്ട് ചെയ്യാൻ സാധിക്കും? ഡബിൾ സ്ട്രാൻഡഡ് DNA ഒരു സ്പെസിഫിക് പോയിന്റിൽ വെച്ച് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഒരു DNA എങ്കിൽ, ഇതൊരു DNA സ്ട്രാൻഡ് ആണ് എങ്കിൽ ആ DNA സ്ട്രാൻഡിൻ്റെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കട്ട് ചെയ്യാനായിട്ട് തോന്നുന്നിടത്തെല്ലാം വെച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സൈറ്റിൽ വെച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂ? ഈ DNA കട്ട് ചെയ്യാനായിട്ട് സാധിക്കൂ. അങ്ങനെ സ്പെസിഫിക് സൈറ്റിൽ DNA കട്ട് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈംസിനെ നമ്മളെന്ന് വിളിക്കും? മോളിക്കുലാർ സിസേഴ്സ് അഥവാ റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് വിളിക്കും. ഇനി ആരിലാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് കണ്ടുവരിക? പ്രോകാരിയോട്സിലാണ്. ആരിലാണ് കണ്ടുവരിക? പ്രോകാരിയോട്സിൽ കണ്ടുവരുന്ന ഒരു വെറൈറ്റി ഓഫ് എൻസൈംസിനെയാണ് നമ്മളിന്ന് വിളിക്കുക റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുക. ഇനി എന്താണ് ഇതിൻ്റെ റോൾ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്.
DNA കട്ട് ചെയ്യാനും DNA പ്രൊട്ടക്റ്റ് ചെയ്യാനും സഹായിക്കുന്ന എൻസൈംസ് ആണ്. ഇത് DNA റീകോമ്പിനൻ്റ്, ഇല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ DNA റീകോമ്പിനൻ്റ് എന്ന് വിളിക്കും. ഒരു DNA മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ആർട്ടിഫിഷ്യലായിട്ട് ആ DNAയുടെ സ്ട്രക്ചറിലൊക്കെ ചേഞ്ച് വരുത്തണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ പുതിയതായിട്ടൊരു ഭാഗം ആഡ് ചെയ്യപ്പെടണമെങ്കിൽ എല്ലാം നമുക്ക് എന്തിനു ഉപയോഗിക്കാം? ഈ റെസ്ട്രിക്ഷൻ എൻസൈംസിനെ ഉപയോഗിക്കാം. എന്തെല്ലാമാണ് റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ ബയോളജിക്കൽ റോള്? ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു ബയോളജിക്കൽ റോള് പറഞ്ഞു. ഇതൊരു ഡിഫൻസ് ആണ് അല്ലേ? ഇതൊരു ഡിഫൻസ് എൻസൈംസ് ആണ്. എന്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡിഫൻസ് എൻസൈംസ് ആണ്? ബാക്ടീരിയോഫേജിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡിഫൻസീവ് ആയിട്ടുള്ള എൻസൈംസ് ആയിട്ട് ഉപയോഗിക്കുന്നവയാണ്. ആരിലാണ് ഉപയോഗിക്കുക? ബാക്ടീരിയസിലാണ്. കാരണം ബാക്ടീരിയസിനെ അറ്റാക്ക് ചെയ്യുന്നവരാണ് ആര്? ബാക്ടീരിയോഫേജ്. അപ്പോൾ ബാക്ടീരിയോഫേജിൻ്റെ ആക്രമണത്തിൽ നിന്നും ഈ ബാക്ടീരിയകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദി റെസ്ട്രിക്ഷൻ എൻസൈം വിച്ച് പ്രിവെൻറ്റ് റെപ്ലിക്കേഷൻ. ആരുടെ റെപ്ലിക്കേഷനാ? ഫേജിൻ്റെ റെപ്ലിക്കേഷൻ. അതായത് DNA സ്പെസിഫിക് സൈറ്റിലായിട്ട് കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ? കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോരാ, ഫേജ് DNA എവിടെ വന്ന് അറ്റാച്ച് ചെയ്യും? ഈ ബാക്ടീരിയൽ DNAയിൽ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ബാക്ടീരിയൽ DNAയിലും ഓറിയുണ്ട്, അതുപോലെ ഫേജ് DNAയിലും എന്തുണ്ട്? ഓറിയുണ്ട്. പക്ഷേ ഈ ഓറിയുടെ പ്രവർത്തനത്തെ, ഫേജ് DNAയുടെ ഓറിയെ ആര് പ്രിവെൻറ്റ് ചെയ്യും? ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് പ്രിവെൻറ്റ് ചെയ്യും. പിന്നീട് ആരുടെ ഓറി വെച്ചിട്ടായിരിക്കും അവരുടെ റെപ്ലിക്കേഷൻ നടക്കുക? അതായത് ഒരിക്കലൊരു ബാക്ടീരിയ ഫേജ് ഇൻ കേസ് DNA അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ബാക്ടീരിയൽ DNA അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ ബാക്ടീരിയൽ DNAയുടെ ഓറി വെച്ചിട്ടാണ് പിന്നീട് എന്ത് നടക്കുക? ആ ഫേജിൻ്റെ DNA റെപ്ലിക്കേഷൻ നടക്കുക. അതായത് ഫേജ് DNA എന്ന് പറയുന്നത് ബാക്ടീരിയൽ DNAയോട് ഒപ്പമായിരിക്കും എന്ത് ചെയ്യാം? റിപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഫേജ് DNAയുടെ റിപ്ലിക്കേഷൻ പോയിന്റിനെ അല്ലെങ്കിൽ ഓറിയെ പ്രിവെൻറ്റ് ചെയ്യാനും ആര് സഹായിക്കും? ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് സഹായിക്കും. നമ്മൾ പറഞ്ഞു ഹോസ്റ്റ് DNA അല്ലെങ്കിൽ ബാക്ടീരിയൽ DNA പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത്? ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ബാക്ടീരിയൽ DNA പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് മെഥിലേഷൻ ആണ്. ഏത് പ്രോസസ്സ് വഴിയാണ്? മെഥിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ്. എന്ന് വെച്ചാൽ മെഥിലേഷൻ എന്ന് വെച്ചാൽ ആഡ് ചെയ്യുകയാണ്. എന്ത് ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നതാ? മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുന്ന. എങ്ങോട്ടാണ് ആഡ് ചെയ്യുന്നത്? അതിൻ്റെ 5' എൻഡിലോ 3' എൻഡിലോട്ടോ ഒന്നെങ്കിൽ മീഥൈൽ ഗ്രൂപ്പാണ് ആഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഒന്നെങ്കിൽ അഡീനിൻ റെസിഡ്യൂസിലോട്ടോ സൈറ്റോസിൻ റെസിഡ്യൂസിലോട്ടോ മീഥൈൻ ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടാണ് അതെന്ത് ചെയ്യുന്നത്? ഈ ബാക്ടീരിയോഫേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ മെഥിലേഷൻ നടക്കാനായിട്ട്, അല്ലെങ്കിൽ മെഥിലേസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആര് സഹായിക്കും? അല്ലെങ്കിൽ ആ മെഥിലേസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മെഥിലേസ് എന്ന് പറയുന്ന പ്രോസസ്സ്, മെഥിലേസ് എന്ന് പറയുന്ന എൻസൈംസ് ആണ് മീഥൈലേഷൻ നടത്താനായിട്ട് സഹായിക്കുന്ന എൻസൈംസിനെ നമ്മളെന്ന് വിളിക്കുന്നത് മീഥൈലേസ് എന്ന്, അല്ലെങ്കിൽ മെഥിലേസ് എന്ന് പറയുന്നത്. ആ എൻസൈംസിൻ്റെ ആക്ഷനെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സൈറ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ട് വേണം എന്ത് നടത്താനായിട്ട്? എവിടെയാണ് അഡിനിൻ റെസിഡ്യൂസ് കൂടുതലുള്ളത്, എവിടെയാണ് സൈറ്റോസിൻ റെസിഡ്യൂസ് എവിടെയാണ് കൂടുതലുള്ളത് എന്ന് അറിഞ്ഞിട്ട് വേണം എന്ത് നടത്താനായിട്ട്? മെഥിലേഷൻ നടക്കാൻ. അങ്ങനെ ആ മെഥിലേഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ഇതിൻ്റെ സൈറ്റിനെ റെക്കഗ്നൈസ് ചെയ്യണം. ആ സൈറ്റിനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ആര് സഹായിക്കും? ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് സഹായിക്കും. അങ്ങനെയാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഹോസ്റ്റ് ബോഡിയിൽ എന്ത് റോൾ കൂടി ചെയ്യുന്നത്? പ്രൊട്ടക്ഷൻ റോള് കൂടി ചെയ്യുന്നത് അല്ലേ? നമ്മൾ 2 റോളുകളാണ് പറഞ്ഞത്. പ്രൊട്ടക്ഷനുമുണ്ട്, റെസ്ട്രിക്ഷനുമുണ്ട്. റെസ്ട്രിക്ഷൻ എന്ന് വെച്ചാൽ ക്ലീവ് ചെയ്യാനും സഹായിക്കും, അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സഹായിക്കും. അപ്പോൾ എങ്ങനെയാണ് പ്രൊട്ടക്ഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് DNA ഒരു സ്പെസിഫിക് സൈറ്റിലോട്ട് മെഥിലേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ സഹായത്തോടു കൂടി മീഥൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്ത് ആ DNA സ്ട്രാൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരെ കൊണ്ട് സാധിക്കാം? റെസ്ട്രിക്ഷൻ എൻസൈംസിനെ കൊണ്ട് സാധിക്കും. ഇനി ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഒരു DNAയിലാണ് ആക്ട് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? DNAയിൽ വെറുതെ അങ്ങ് പോയി ആക്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. എവിടെ വേണമെങ്കിലും ഇന്ന് ആക്ട് ചെയ്യാമെന്നല്ല ചെയ്യുക. പകരം എന്ത് ചെയ്യുന്നറിയാമോ? ഇത് ആക്ട് ചെയ്യണമെങ്കിൽ ഒരു സ്പെസിഫിക് സൈറ്റിലാണ് ആരാഡ് ചെയ്യുക? ആക്ട് ചെയ്യുന്നത് റെസ്ട്രിക്ഷൻ എൻസൈംസ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു DNAയുടെ ഒരു സ്പെസിഫിക് സൈറ്റിനെ നമ്മൾ വിളിക്കും റെസ്ട്രിക്ഷൻ സൈറ്റ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കാം? റെസ്ട്രിക്ഷൻ സൈറ്റ്. ഈ റെസ്ട്രിക്ഷൻ സൈറ്റിനൊരു പ്രത്യേകതയുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത്, എല്ലാ റെസ്ട്രിക്ഷൻ എൻസൈംസും റെസ്ട്രിക്ഷൻ സൈറ്റിലല്ല ആക്ട് ചെയ്യാം അല്ലേ? ചിലപ്പോൾ റെക്കഗ്നേഷൻ സൈറ്റ് എന്ന് പറയുന്നത് ആ പോളിമറൈസ് എൻസൈം, നോട്ട് പോളിമറൈസ് എൻസൈം, റെസ്ട്രിക്ഷൻ എൻസൈംസ് വന്ന് ബൈൻഡ് ചെയ്യാനുള്ള സ്ഥലം മാത്രമായിരിക്കും. പക്ഷേ ക്ലീവ് ചെയ്യുന്നത് എപ്പോഴും എവിടെയായിരിക്കും? ചിലപ്പോൾ റെക്കഗ്നേഷൻ സൈറ്റിൽ തന്നെ ആവാം, അങ്ങനെ അല്ലെങ്കിൽ സൈറ്റിന് മുമ്പോ പിമ്പിലോ എല്ലാം എന്ത് ചെയ്യും? റെസ്ട്രിക്ഷൻ എൻസൈംസ്
ആക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഓർത്തിരുന്നുള്ള റെസ്ട്രിക്ഷൻ സൈറ്റ് എന്ന് പറയുന്നത് ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. ആ DNA ഏത് ഭാഗത്താണ് ക്ലീവ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കപ്പെടുന്നത് ആരാണ്? റെസ്ട്രിക്ഷൻ സൈറ്റാണ്. ചിലപ്പോൾ റെസ്ട്രിക്ഷൻ സൈറ്റിൽ തന്നെ ക്ലീവ് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ സൈറ്റിന് മുന്നിലോ പിന്നിലോ ഒക്കെ ക്ലീവ് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉണ്ടാവാം. എങ്ങനെയായാൽ പോലും എവിടെയാണ് ക്ലീവ് ചെയ്യേണ്ടത് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ആർക്ക് പങ്കുണ്ട്? റെസ്ട്രിക്ഷൻ സൈറ്റിന് പങ്കുണ്ട്. ഈ റെസ്ട്രിക്ഷൻ സൈറ്റിൽ കാണപ്പെടുന്ന കുറച്ച് സീക്വൻസുകളുണ്ട്, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സീക്വൻസുകൾ. ഈ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സീക്വൻസുകളെ നമ്മൾ പറയുന്ന പേരാണ് റെക്കഗ്നേഷൻ സീക്വൻസുകൾ എന്ന് പഠിക്കും. എന്തെന്നാ വിളിക്കുക? റെക്കഗ്നേഷൻ സീക്വൻസുകൾ. ഇനി എന്താണ് റെക്കഗ്നേഷൻ സീക്വൻസുകൾ? റെസ്ട്രിക്ഷൻ എൻസൈംസ് റെക്കഗ്നൈസ് ചെയ്യുന്ന സീക്വൻസുകളെ പറയുന്ന പേരാണ് എന്ത്? റെക്കഗ്നേഷൻ സീക്വൻസുകൾ എന്ന് പറയും. ഈ റെക്കഗ്നേഷൻ സീക്വൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവ എപ്പോഴും എന്ത് സീക്വൻസുകളായിരിക്കും? പാലിയൻഡ്രോമിക് സീക്വൻസുകളായിരിക്കും. എന്ത് സീക്വൻസുകളായിരിക്കും? പാലിയൻഡ്രോമിക് സീക്വൻസുകൾ. അതായത് റൈറ്റിൽ നിന്ന് വായിച്ചാലും ലെഫ്റ്റിലോട്ട്, അതായത് ബാക്ക്വേർഡും ഫോർത്തും എല്ലാം എങ്ങനെ ഏത് രീതിയിൽ വായിച്ചാലും സെയിം ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ പാലിയോഡ്രോമിക് സീക്വൻസുകളിൽ പാലിയോഡ്രോമിക് വേർഡ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ AMMA അമ്മ, റൈറ്റിലോട്ട് വായിച്ചാലും ലെഫ്റ്റിലോട്ട് വായിച്ചാലും ഇതെങ്ങനെയാണ് വായിക്കുക? അമ്മ എന്നാണ് വായിക്കുക അല്ലേ? അങ്ങനെ തന്നെയാണ് അങ്ങനെയുള്ള നൈട്രജൻ ബേസ് പെയർസ് വരുന്ന സീക്വൻസുകൾ, അങ്ങനെയുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ വരുന്ന ബേസ് പെയർസിനെ പറയുന്ന പേരാണ് എന്ത്? പാലിയൻഡ്രോമിക് സീക്വൻസുകൾ. അപ്പോൾ ഓർത്തിരുന്നോളൂ, ഒരു റെസ്ട്രിക്ഷൻ എൻസൈംസ് ഒരു DNA പർട്ടിക്കുലർ സൈറ്റിലാണ് ആക്ട് ചെയ്യുന്നത്. ആ പർട്ടിക്കുലർ സൈറ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം? റെസ്ട്രിക്ഷൻ സൈറ്റ് എന്ന് വിളിക്കും. ആ റെസ്ട്രിക്ഷൻ സൈറ്റിൽ കാണപ്പെടുന്ന സ്പെസിഫിക് സീക്വൻസുകളെ എന്തെന്ന് വിളിക്കാം? റെക്കഗ്നേഷൻ സീക്വൻസുകൾ എന്ന് വിളിക്കും. ആ റെക്കഗ്നേഷൻ സീക്വൻസുകൾ സാധാരണഗതിയിൽ എല്ലാ റെസ്ട്രിക്ഷൻ എൻസൈംസും പാലിയൻഡ്രോമിക് സീക്വൻസുകളാണോ എന്ന് ചോദിക്കരുത്. അങ്ങനെയല്ല, അങ്ങനെ അല്ലാത്ത റെസ്ട്രിക്ഷൻ സീക്വൻസുകളുമുണ്ട്. പക്ഷേ മിക്കവാറും എല്ലാ റെക്കഗ്നേഷൻ സീക്വൻസുകളിലും കാണപ്പെടുന്ന ന്യൂക്ലിയോടൈഡ് ബേസസ് അല്ലെങ്കിൽ ബേസ് സീക്വൻസുകൾ എങ്ങനെയായിരിക്കും? പാലിയൻഡ്രോമിക് സീക്വൻസുകളായിരിക്കും. അടുത്തത് നമുക്കറിയാം, ഒരു DNA ആണിത്. ആ DNA റെസ്ട്രിക്ഷൻ എൻസൈംസ് വന്ന് കട്ട് ചെയ്യുമ്പോൾ ഇവ എന്ത് ചെയ്തു? ഈ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ നമുക്ക് 2 എൻഡുകൾ കിട്ടും അല്ലേ? ഈ എൻഡുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഒരു റെസ്ട്രിക്ഷൻ എൻസൈംസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിലുള്ള എൻഡുകളായിരിക്കും കിട്ടുക. ആ 2 രീതിയിലുള്ള എൻഡുകളെ നമ്മൾ പറയുന്ന പേരാണ് ബ്ലണ്ട് എൻഡും സ്റ്റിക്കി എൻഡും. ഏതെല്ലാമാണ്? ബ്ലണ്ട് എൻഡ് എന്ന് വിളിക്കാം, സ്റ്റിക്കി എൻഡുകളെന്നും വിളിക്കും. ഇനി എന്താണ് ബ്ലണ്ട് എൻഡുകൾ എന്ന് നോക്കാം. ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്ന് പറയുന്നത്. ആ ന്യൂക്ലിയോടൈഡ് സീക്വൻസിൻ്റെ പാലിയൻഡ്രോമിക് ആയിട്ടുള്ള നൈട്രജൻ ബേസ് പെയർസ് ആണിത്. ഇവിടെ വന്നാണ് എന്ത് കട്ട് ചെയ്യുന്നത്? അതായത് ഇതാണ് പാലിയൻഡ്രോമിക് സീക്വൻസ്. ആ സീക്വൻസിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് എന്ത് നടക്കുക? റെസ്ട്രിക്ഷൻ എൻസൈംസ് വന്ന് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ റെസ്ട്രിക്ഷൻ എൻസൈംസ് വന്ന് ആക്ട് ചെയ്ത് എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു വിടവ് വന്നു അല്ലേ? ഈ വിടവിലോട്ട് വേണം എന്ത് കൊണ്ടുവരാനായിട്ട്? ഇതൊരു ബാക്ടീരിയൽ DNA ആയിരുന്നു. ആ ബാക്ടീരിയൽ DNAയിലാണ് നമ്മൾ എന്ത് ചെയ്തത്? ബാക്ടീരിയൽ DNA വെക്ടറോ എന്ത് വേണമെങ്കിലും ആകാം, പ്ലാസ്മിഡോ എന്ത് വേണമെങ്കിലും ആകാം, ആ പ്ലാസ്മിഡിലായിക്കോട്ടെ. ആ പ്ലാസ്മിഡിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും ഇവിടെ ഒരു 2 എൻഡ് ഫോം ചെയ്യും അല്ലേ? ഈ എൻഡിലോട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ആ വെക്ടർ എന്തിനെ കൊണ്ടുവരാൻ? ആ ബാക്ടീരിയോഫേജിൻ്റെ അല്ലെങ്കിൽ പുതിയൊരു DNA ഫ്രാഗ്മെൻറ്റ്സിനെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ അറ്റാച്ച് ചെയ്യും. അതിന് സഹായിക്കുന്ന ആര് തന്നെയാണ്? റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്. അതായത് പ്രത്യേകിച്ച് ഹാങ്ങിങ് ഒന്നുമില്ലാതെ ഡബിൾ സ്റ്റാൻഡായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട്, ഇവിടെ ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ഒന്നും ഒരിക്കലും ആകുന്നില്ല. ഡബിൾ സ്റ്റാൻഡായിട്ട് തന്നെ നിർത്തിക്കൊണ്ട് എന്ത് സംഭവിക്കും? ഇവിടെ ഒരു കട്ടുണ്ടാക്കും. ആ കട്ടിലോട്ട് വേണം എന്ത് ചെയ്യാൻ? പുതിയൊരു DNA സ്റ്റാൻഡ് അല്ലെങ്കിൽ പുതിയൊരു DNA ഫ്രാഗ്മെൻറ്റ് വന്ന് അറ്റാച്ച് ചെയ്യാൻ. ഇത് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന എന്ത് പ്രോസസ്സിനാണ്? DNA ക്ലോണിങ് എക്സ്പെരിമെൻറ്റിലാണ് സാധാരണഗതിയിൽ എന്ത് കട്ടുണ്ടാക്കുന്നത്? ബ്ലണ്ട് എൻഡുകൾ ഫോം ചെയ്യുന്നത്. ഇവിടെ ഒരു ഹാങ്ങിങ് ഒന്നും ഉണ്ടാവില്ല. നേരെ നടുക്ക് ഒരു പാലിയൻഡ്രോമിക് സീക്വൻസുകളുടെ നടുക്കായിട്ട് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നു. ഇടയ്ക്ക് ഒരു വിടവുണ്ടാകുന്നു. ആ വിടവിലോട്ട് ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള നൈട്രജൻ ബേസ് പെയർസ് ഏതാണോ ആ നൈട്രജൻ ബേസ് പെയർസ് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ഫോം ചെയ്യുന്ന എൻഡുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ബ്ലണ്ട് എൻഡുകളെന്ന്. ഇനി അടുത്ത എൻഡുകളെന്ന് വെച്ചാൽ സ്റ്റിക്കി എൻഡുകളാണ്.
സ്റ്റിക്കി എൻഡിൽ ഇതാണ് ഒരു നൈട്രജൻ, ഇതാണ് റെക്കഗ്നേഷൻ സൈറ്റ് എന്ന് പറയുന്നത്. ഈ റെക്കഗ്നേഷൻ സൈറ്റ് സെയിം എൻസൈംസ് എന്ത് ചെയ്യുന്നറിയാമോ, രണ്ട് സൈഡിലായിട്ട് കട്ട് ചെയ്യും. സെയിം എൻസൈം ആണ്, ആ സെയിം എൻസൈം ആ ഡബിൾ സ്റ്റാൻഡിൻ്റെ രണ്ട് എൻഡിലായിട്ടായിരിക്കും കട്ട് ചെയ്യുക. രണ്ട് എൻഡിൽ കട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന കുറച്ച് നൈട്രജൻ ബേസുകളെ കിട്ടും. എന്താ ചെയ്യുക, ഹാങ്ങിങ് എൻഡുകൾ ഫോം ചെയ്യും. അതായത് ഇതിനെ നമ്മൾ വിളിക്കും ഹാങ്ങിങ് എൻഡ് ഓർ സ്റ്റിക്കി എൻഡ്സ് എന്ന് വിളിക്കും, ഇല്ലെങ്കിൽ ഇൻസേർട്ടിങ് എൻഡ്സ് എന്ന് വിളിക്കും. ഇങ്ങനെ കുറച്ച് ഹാങ്ങിങ് ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ ഫോം ചെയ്യും. ആ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളിലെല്ലാം ഇവിടെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ബേസ് പെയർസ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ആ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ബേസ് പെയർസിൻ്റെ അവിടെ ഫ്രീ ആയിട്ടായിരിക്കും. അങ്ങനെയാണ് ഈ ഒരു ഹാങ്ങിങ് ആയിട്ടുള്ള സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ഫോം ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യും, റെസ്ട്രിക്ഷൻ എൻസൈംസ് വഴി എന്ത് ചെയ്യും, ഇവിടെ റെസ്ട്രിക്ഷൻ എൻസൈംസ് വഴിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്ത് ഇങ്ങനെ ഹാങ്ങിങ് എൻഡ് ആയിട്ടുണ്ടായിരിക്കുന്നത്. ഈ ഭാഗത്തോട്ട് എന്ത് ചെയ്യും, നമുക്ക് ഏത് DNA ആണോ ആഡ് ചെയ്യേണ്ടത് ആ DNAക്കും എന്തുണ്ടാവണം, സ്റ്റിക്കി എൻഡുകളുണ്ടാവും. നമ്മളിവിടെ ഒരു ഹോസ്റ്റ് DNA ഏത് റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണോ ഉപയോഗിച്ചത് ആ സെയിം റെസ്ട്രിക്ഷൻ എൻസൈംസ് തന്നെ വേണം നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഏത് ജീവിയിലോട്ടാണ് ഇൻസെർട്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ആ ജീവിയുടെ ബോഡിയിലും എന്ത് ചെയ്യണം, ആ സെയിം റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിച്ച് തന്നെ എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്തും അവിടെ എന്ത് എൻഡുകൾ ഫോം ചെയ്യും, അവിടെ ഇതുപോലെയുള്ള സ്റ്റിക്കി എൻഡുകൾ ഫോം ചെയ്യും. ആ സ്റ്റിക്കി എൻഡുകളോട് കൂടിയിട്ടുള്ള DNA ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ റീജിയൻസിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓർത്തിരുന്നോളൂ, രണ്ട് രീതിയിലുള്ള എൻഡുകളാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിച്ചുണ്ടാകുന്നത്. ഒന്ന് സ്റ്റിക്കി എൻഡുകളും, രണ്ടാമത്തെന്ന് പറയുന്നത് എന്തെൻഡുകളുമായിരിക്കും, ബ്ലണ്ട് എൻഡുകളുമായിരിക്കും കേട്ടോ. രണ്ട് രീതിയിലുള്ള ഫങ്ഷൻസ് ആണ്. ഇനി അടുത്തത് നോക്കിക്കേ, ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സ്പെസിഫിക് സൈറ്റിലാണ്, ഇതാണ് ഒരു DNA എങ്കിൽ ഈ എൻസൈംസിൻ്റെ ഇതാണ് റെക്കഗ്നേഷൻ സൈറ്റ് എന്ന് പറയാം, ഇതാണ് റെക്കഗ്നേഷൻ സീക്വൻസ് എന്ന് വിചാരിക്കുക. ചില എൻസൈംസ്, ചില റെസ്ട്രിക്ഷൻ എൻസൈംസ് എവിടെയാണോ റെസ്ട്രിക്ഷൻ സൈറ്റ് ഉള്ളത് ആ സൈറ്റിൽ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, ക്ലീവ് ചെയ്യുന്നത്. അങ്ങനെ ക്ലീവ് ചെയ്യുന്നവയെ നമ്മൾ പറയുന്ന എൻസൈംസ്, ഇല്ലെങ്കിൽ അങ്ങനെ ക്ലീവ് ചെയ്യുന്ന എൻസൈംസിനെ നമ്മൾ പറയുന്ന പേരാണ് ഐസോഷൈസോമേഴ്സ് എന്ന് വിളിക്കും. എന്തെന്നാ വിളിക്കുക, ഐസോഷൈസോമേഴ്സ്. ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, റെസ്ട്രിക്ഷൻ എൻസൈംസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് ഐസോഷൈസോമേഴ്സ് എന്ന് വെച്ചാൽ, അതായത് അവർ റെസ്ട്രിക്ഷൻ എൻസൈംസ് റെക്കഗ്നൈസ് ചെയ്യുന്ന ആ റെക്കഗ്നേഷൻ സീക്വൻസിൽ തന്നെയാണ് ക്ലീവേജ് നടക്കുന്നതെങ്കിൽ, ക്ലീവ് നടക്കുന്നതെങ്കിൽ അങ്ങനെ ആ റെസ്ട്രിക്ഷൻ സൈറ്റിൽ തന്നെ ക്ലീവ് നടത്തുന്ന റെസ്ട്രിക്ഷൻ എൻസൈംസിനെ പറയുന്ന പേരാണ് എന്ത്, ഐസോഷൈസോമേഴ്സ് എന്ന് പഠിക്കും. ഇനി ചില എൻസൈംസ് ഉണ്ട്, റെസ്ട്രിക്ഷൻ സൈറ്റ് അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ക്ലീവ് ചെയ്യുന്നത് എവിടെയായിരിക്കും, ഇതാണ് റെസ്ട്രിക്ഷൻ സൈറ്റ്, പക്ഷേ ഇവർ ക്ലീവ് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും റീജിയനായിരിക്കും. ആ DNAയുടെ തന്നെ മറ്റേതെങ്കിലും ഒരു റീജിയനിലാണ് ഇവർ ക്ലീവ് ചെയ്യുന്നത്. ചിലപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈംസിനോട് ചേർന്ന്, പക്ഷേ ചിലപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈംസിന് മുമ്പ്, ചിലപ്പോൾ പിന്നിൽ, അങ്ങനെ ആ റെസ്ട്രിക്ഷൻ സൈറ്റിനോട് ചേർന്ന് മറ്റെവിടെയെങ്കിലുമാണ് ക്ലീവ് ചെയ്യുന്നത് എങ്കിൽ അങ്ങനെയുള്ള എൻസൈംസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, നിയോഷൈസോമേഴ്സ് എന്ന് വിളിക്കും. എന്തെന്നാ വിളിക്കുക, നിയോഷൈസോമേഴ്സ് എന്ന് വിളിക്കും. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോലെ സെയിം റെക്കഗ്നേഷൻ സൈറ്റ് തന്നെയായിരിക്കും, പക്ഷേ ആ റെസ്ട്രിക്ഷൻ എൻസൈംസ് കട്ട് ചെയ്യുന്ന എവിടെയായിരിക്കും, ആ സൈറ്റിൽ തന്നെയായിരിക്കില്ല, അതിനോട് ചേർന്നിട്ടുള്ള ഏതെങ്കിലും ഭാഗങ്ങളിലാണ് എങ്കിൽ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻ എൻസൈംസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, നിയോഷൈസോമേഴ്സ്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് എവിടെയാണ് കട്ട് ചെയ്യുന്നത്, റെക്കഗ്നേഷൻ സൈറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ റെക്കഗ്നേഷൻ സൈറ്റിലാണോ, സീക്വൻസിലാണോ എന്നത് ബേസ് ചെയ്തിട്ട് എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഐസോഷൈസോമേഴ്സും അതുപോലെ നിയോഷൈസോമേഴ്സും. ഒരു പുതിയ റെക്കഗ്നേഷൻ സൈറ്റ് അല്ലാതെ പുതിയൊരു റീജിയനിൽ, പുതിയൊരു DNAയുടെ സൈറ്റിലാണ് അത് റെക്കഗ്നൈസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മളെന്ന് വിളിക്കും, നിയോഷൈസോമേഴ്സ് എന്ന് വിളിക്കും. അതേസമയം ആ റെസ്ട്രിക്ഷൻ സൈറ്റിൽ തന്നെയാണ് അത് കട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഐസോഷൈസോമേഴ്സ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ ടൈപ്പുകൾ. എത്ര തരത്തിലുള്ള റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉണ്ട്? റെസ്ട്രിക്ഷൻ എൻസൈംസിനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാം? റെസ്ട്രിക്ഷൻ എൻസൈംസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 4 ടൈപ്സ്. They are divided into 4 types. ഇനി വേറൊരു കാര്യം പറയാൻ വിട്ടുപോയത്, ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് 4 തരത്തിലുള്ള റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഏത് എൻസൈംസ് ആയാലും, ഇപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്നാണ് നമ്മൾ പറഞ്ഞതെങ്കിലും ഈ റെസ്ട്രിക്ഷൻ എൻസൈംസിനെ നമുക്ക് 2 പ്രധാനപ്പെട്ട കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് എവിടെയാണ്, ഒരു DNAയുടെ എവിടെയാണ് കട്ട്സ് ഉണ്ടാക്കുന്നത് എന്നതനുസരിച്ച് നമുക്ക് റെസ്ട്രിക്ഷൻ എൻസൈംസിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാം, 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സപ്പോസ് ഇതാണ് DNAയുടെ ഒരു 3' ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 3' or 5' ഉണ്ട് അല്ലേ.
3' എൻഡ്. ആ 3' 5' എൻഡിൽ, അതായത് ഇവിടെയാണ് കട്ട് ഫോം ചെയ്യുന്നതെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കും ടെർമിനൽ കട്ട് എന്ന് വിളിക്കും. രണ്ട് എൻഡ് റീജിയനിൽ കട്ട് ചെയ്യുന്നതിന് എന്തെന്ന് വിളിക്കാം? ടെർമിനൽ കട്ട്സ് എന്ന് വിളിക്കും. ഒരു റെസ്ട്രിക്ഷൻ എൻസൈംസ് DNA-യുടെ ടെർമിനൽ കട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവയെ നമ്മളൊരു പേര് വിളിക്കും എക്സോന്യൂക്ലിയസ് എൻസൈം എന്ന് വിളിക്കും. എന്തെന്നാ വിളിക്കുക? എക്സോന്യൂക്ലിയസ് എന്ന് വിളിക്കും. പക്ഷേ ചില റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ത് ചെയ്യുന്നറിയാമോ? ഇവയുടെ അല്ലെങ്കിൽ ഈ DNA-യുടെ ഉള്ളിലായിരിക്കും. രണ്ട് എൻസ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലാണ് ക്ലീവ് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ ക്ലീവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന കട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻറ്റേർണൽ കട്ട്സ് എന്ന് വിളിക്കും. എന്തെന്നാ വിളിക്കുക? ഇൻറ്റേർണൽ കട്ട്സ്. ഏതൊരു റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണോ ഇൻറ്റേർണൽ കട്ട്സ് ഫോം ചെയ്യുന്നത്, ആ റെസ്ട്രിക്ഷൻ എൻസൈംസിനെ നമ്മൾ പറയുന്ന പേരാണ് എൻഡോന്യൂക്ലിയേസ് എൻസൈം. എന്തെന്ന് വിളിക്കാം? എൻഡോന്യൂക്ലിയസ് എൻസൈം. അപ്പോൾ ഓർത്തിരുന്നോളാം, ഒരു റെസ്ട്രിക്ഷൻ എൻസൈം ഏത് റീജിയനിലാണ് കട്ട് ചെയ്യുന്നത് എന്നതിൻ്റെ ബേസിൽ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എൻഡോന്യൂക്ലിയസ് എൻസൈംസും എക്സോന്യൂക്ലിയസ് എൻസൈമും. ഇൻറ്റേർണൽ കട്ട്സ് ഫോം ചെയ്യുന്ന ന്യൂക്ലിയസിനെ റെസ്ട്രിക്ഷൻ എൻസൈംസിനെ നമ്മളെന്ന് വിളിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഫോം ചെയ്യുന്ന റെസ്ട്രിക്ഷൻ എൻസൈംസിനെ നമ്മൾ എൻഡോന്യൂക്ലിയസ് എന്നും, അതേസമയം ടെർമിനൽ കട്ട് ഫോം ചെയ്യുന്ന എൻസൈംസിനെ എന്തെന്ന് വിളിക്കാം? എക്സ്റ്റേണൽ കട്ട്സ് അല്ലെങ്കിൽ എക്സോന്യൂക്ലിയസ് എന്ന് വിളിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇതിനകത്ത് ഇപ്പോൾ എക്സോന്യൂക്ലിയസ് ആയാലും എൻഡോന്യൂക്ലിയസ് ആയാലും ഇവയെല്ലാം വരുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഏതാണ്? കാറ്റഗറി എന്ന് പറയുന്നത് ന്യൂക്ലിയേസ് എൻസൈംസിലാണ്. എന്തിലാണ് വരിക? ന്യൂക്ലിയേസ് എന്ന് പറയുന്ന എൻസൈംസ്. ഈ ന്യൂക്ലിയേസ് എൻസൈംസിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സോന്യൂക്ലിയസ് എൻസൈംസും ഉണ്ട്, എൻഡോന്യൂക്ലിയസ് എൻസൈംസും ഉണ്ട്. എങ്ങനെയാണ് അവ ഫോം ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? ടൈപ്പ്. എത്ര ടൈപ്പ് ഉണ്ട്? 4 ടൈപ്പിലുള്ള റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉണ്ട്. ഈ 4 തരത്തിലുള്ള ഡിവിഷൻ വന്നിരിക്കുന്നത് പല ഫാക്ടറുകളെയും ബേസ് ചെയ്തിട്ടാണ്. ചിലപ്പോൾ അവരുടെ സ്ട്രക്ചർ വെച്ചിട്ടാവാം, ഇല്ലെങ്കിൽ അവയെ കാണപ്പെടുന്ന കോഫാക്ടർ വെച്ചിട്ടാവാം. അങ്ങനെ പല ബേസിസിലാണ് നമ്മൾ എന്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഈ റെസ്ട്രിക്ഷൻ എൻസൈംസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് 1, 2, 3 ആൻഡ് 4 ഓരോന്നോരോന്ന് നോക്കിയേക്കാം. എന്തെല്ലാം കാറ്റഗറി അല്ലെങ്കിൽ എന്തെല്ലാം ബേസിസിലാണ് അവരെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? അവരുടെ കോമ്പോസിഷൻ അനുസരിച്ച്, എൻസൈം കോഫാക്ടർ റിക്വയർമെൻറ്റ് അനുസരിച്ച്. പല എൻസൈം കോഫാക്ടേഴ്സ് ഉണ്ട്. Mg2+ ഉണ്ട്, ATPase ഉണ്ട്, അഡോമെറ്റ് ഉണ്ട്, അങ്ങനെ പല ന്യൂക്ലിയസ് കോഫാക്ടേഴ്സ് ഉണ്ട്. ആ കോഫാക്ടറുകളുടെ ബേസിലാവാം, ഇല്ലെങ്കിൽ ദി നേച്ചർ ഓഫ് ദെയർ ടാർഗറ്റ് സീക്വൻസ്. ഇപ്പോൾ നമുക്കൊരു ടാർഗറ്റ് സീക്വൻസ് ഉണ്ടാവും അല്ലേ? ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് നമുക്കിപ്പോൾ ഒരു പ്രോട്ടീനാണ് റിച്ച് ആയിട്ട് വേണമെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഏതെങ്കിലും DNA സീക്വൻസ്, അല്ലെങ്കിൽ പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുന്ന ഒരു DNA ആണ് നമ്മൾ കട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അത് ചിലപ്പോൾ പല പ്രോട്ടീൻസ് ഉണ്ടാവും അല്ലേ? ഇൻസുലിൻ ഉണ്ടാവും, ഗ്ലൈക്കോജൻ ഉണ്ടാവാം, മെലറ്റോണിൻ ഉണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള പ്രോട്ടീൻസ് ആ ടാർഗറ്റ് പ്രോട്ടീൻ അനുസരിച്ച്, ടാർഗറ്റ് സീക്വൻസ് അനുസരിച്ച് എന്ത് മാറും? റെസ്ട്രിക്ഷൻ എൻസൈംസ് മാറും. ഇനി അടുത്തത് പൊസിഷൻ ഓഫ് ദെയർ DNA ക്ലീവേജ് സൈറ്റ് റിലേറ്റഡ് ടു ദ ടാർഗറ്റ് സീക്വൻസ്. അതായത് ടാർഗറ്റ് സീക്വൻസിൽ ക്ലീവ് ചെയ്യുന്ന സെയിം റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എവിടെയും ചെയ്യുന്നത്? ആ ഹോസ്റ്റ് സെല്ലിലും ക്ലീവ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെയും DNA സീക്വൻസ് അനുസരിച്ച് എന്ത് മാറിക്കൊണ്ടിരിക്കും? ടൈപ്സ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ് മാറിക്കൊണ്ടിരിക്കും. ഒന്നാമത്തെ ടൈപ്പ് 1 റെസ്ട്രിക്ഷൻ എൻസൈംസ്. ഈ റെസ്ട്രിക്ഷൻ എൻസൈംസിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ചില റെസ്ട്രിക്ഷൻ എൻസൈംസ് ഒന്നുകിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്ലീവ് ചെയ്യാനോ ആയിരിക്കും ഉപയോഗിക്കുക. പക്ഷേ രണ്ടിനും ഒരുപോലെ ഫങ്ഷൻ ചെയ്യുന്ന ഒരു റെസ്ട്രിക്ഷൻ എൻസൈംസ്, അതായത് മോഡിഫിക്കേഷനും DNA മോഡിഫൈ ചെയ്യുന്നത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു DNA മോഡിഫിക്കേഷനും അതുപോലെ തന്നെ DNA റെസ്ട്രിക്ഷനും ഇല്ലെ ക്ലീവേജിനും സഹായിക്കുന്ന ടൈപ്പ് ഓഫ് എൻഡോന്യൂക്ലിയസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ടൈപ്പ് 1 എൻഡോന്യൂക്ലിയസ് ആണ്. ഇതിനകത്ത് കുറേ അധികം കോഫാക്ടറുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഇതിനകത്ത് ഒന്നാമത്തെ കോഫാക്ടർ എന്ന് പറയുന്നത് അഡോമെറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും അഡിനോസിൽ മെഥിയോണിൻ എന്ന് വിളിക്കും. ഇതിന് ഒന്നാമത്തെ കോഫാക്ടർ ഏതാണ്? അഡിനോസിൽ മെഥിയോണിൻ. അടുത്തത് ATP ആണ് കോഫാക്ടർ, രണ്ടാമത്തത് Mg2+. ഇതാണ് 3 തരത്തിലുള്ള, ഇതാണ് സാധാരണഗതിയിൽ ഒരു ന്യൂക്ലിയസിനകത്ത് കണ്ടുവരുന്ന കോഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഇതിനകത്ത് കുറേയധികം സബ് യൂണിറ്റുകളുണ്ട്. ഈ 3 സബ് യൂണിറ്റിനും 3 ഫങ്ഷൻസ് ആണുള്ളത്. ഒന്നാമത്തെ സബ് യൂണിറ്റിനെ നമ്മൾ വിളിക്കും സബ് യൂണിറ്റ് അഥവാ റെസ്ട്രിക്ഷൻ സബ് യൂണിറ്റ് എന്ന് വിളിക്കും. ഇതെന്തിനെ സഹായിക്കും? ഏത് സ്പെസിഫിക് റീജിയനിലാണ്
റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്, സൈറ്റ് റെക്കഗ്നൈസ് അല്ലെങ്കിൽ കട്ട് ചെയ്യേണ്ടത് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന സബ് യൂണിറ്റിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ആർ സൈറ്റ് എന്ന് പറയും. രണ്ടാമത്തത് എം മെഥിലേഷൻ സബ് യൂണിറ്റ്. നമ്മൾ പറഞ്ഞു ഒരു DNA എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും അല്ലേ. DNA പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് മെഥിലേഷനാണ്. ആ മെഥിലേഷൻ സൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെഥിലേഷൻ ഗ്രൂപ്പ് മെഥിലൈസ് എന്ന് പറയുന്ന ആക്ടിവിറ്റി എൻഡ് ചെയ്യും അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്ന എൻസൈംസ് അല്ലെങ്കിൽ ആ സബ് യൂണിറ്റിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? എം മെഥിലേഷൻ. ഇവിടെ നമ്മൾ പറഞ്ഞു ഈ റെസ്ട്രിക്ഷൻ വൺസിന് രണ്ട് ഫംഗ്ഷനുണ്ട്. ഒന്ന് പ്രൊട്ടക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? റെസ്ട്രിക്ഷനും ഉണ്ട്. അപ്പോൾ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ സൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കും? ആർ സബ് യൂണിറ്റ് സഹായിക്കും. അതേസമയം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള റോളാണ് അത് ചെയ്യുന്നതെങ്കിലോ അതെന്തിനു സഹായിക്കും? മെഥിലേഷൻ സബ് യൂണിറ്റ് കണ്ടുപിടിക്കാൻ. അതായത് എവിടെയാണ് എ റിച്ച് ആയിട്ടുള്ള റീജിയൻ, എവിടെയാണ് സി റിച്ച് ആയിട്ടുള്ള റീജിയൻ. ഈ എ റിച്ചിലും സി റിച്ചിലുമാണ് സാധാരണഗതിയിൽ എന്ത് നടക്കുക? മെഥിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാം. അങ്ങനെ ആ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്ന സബ് യൂണിറ്റാണ് ഏത്? എം സബ് യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് സ്പെസിഫൈ യൂണിറ്റ്. എസ് സ്പെസിഫൈ എന്ന് HDS എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതുക എപ്പോഴും. അതിനകത്ത് എസ് എന്ന് പറയുന്നത് DNA സ്പെസിഫൈങ് സബ് യൂണിറ്റ് ആണ്. എന്തിനെ സ്പെസിഫൈ ചെയ്യുന്ന യൂണിറ്റ് ആണ്? DNA സീക്വൻസ് സ്പെസിഫൈ സബ് യൂണിറ്റ്. ഇത്രയും സബ് യൂണിറ്റുകളാണ് സാധാരണഗതിയിൽ എവിടെ കണ്ടുവരുന്നത്? ഒരു ടൈപ്പ് 1 എൻസൈംസിൽ കണ്ടുവരുന്നത്. ഇനി അതുപോലെ തന്നെ ഈ DNA-യുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു റെക്കഗ്നേഷൻ സൈറ്റ് എവിടെയെല്ലാം ഉണ്ടോ അതിൻ്റെ റെക്കഗ്നേഷൻ സൈറ്റിൻ്റെ എൻ്റയർ നീളത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഇവയെ ക്ലീവ് ചെയ്യാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കും. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് ടൈപ്പ് 1 എന്തെല്ലാമായിരുന്നു പ്രത്യേകത? ഒന്ന്, അവയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സാധിക്കും, അതുപോലെ അവയെ ക്ലീവ് ചെയ്യാനും സഹായിക്കും. പല സബ് യൂണിറ്റുകളും രണ്ടാണ് കേട്ടോ കുട്ടികളെ. സബ് യൂണിറ്റ് എന്ന് പറയുന്നത് വേറെ ടൈപ്പാണ്. സബ് യൂണിറ്റ് എന്ന് പറയുന്നത് പല പല ഫംഗ്ഷൻസ് ചെയ്യുന്ന സബ് യൂണിറ്റുകളാണ്. അതേസമയം കോഫാക്ടർ എന്ന് വെച്ചാൽ അവർക്കൊന്നെങ്കിൽ ATP പ്രൊവൈഡ് ചെയ്യുന്നവയാകാം, ഇല്ലെങ്കിൽ മെഥിലേഷന് വേണ്ടി സഹായിക്കുന്നവയാകാം, ഇല്ലെങ്കിൽ Mg2+ കാറ്റലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന കോഫാക്ടറുകളാണ്. പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പുകളാണ് നമ്മളെന്ന് വിളിക്കുക കോഫാക്ടർ എന്ന് വിളിക്കുക. അങ്ങനെ കോഫാക്ടറുകളും ധാരാളം കണ്ടുവരുന്നവയാണ് ടൈപ്പ് 1 എന്ന് പറയുന്നത്. അടുത്തത് ടൈപ്പ് 2. എന്താണ് ടൈപ്പ് 2 എന്ന് വെച്ചാൽ ഇതാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം നമ്മൾ ഒരു ജീൻ ക്ലോണിങ്ങിനോ അല്ലെങ്കിൽ DNA റീകോമ്പിനൻ്റ് ടെക്നോളജിക്കൊക്കെ വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈംസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ടൈപ്പ് 2 റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്. ഇനി ടൈപ്പ് 1-ഉമായിട്ടുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇതിനാകെ ഒരു സബ് യൂണിറ്റ് മാത്രമേ ഉള്ളൂ. ഇതിന് എത്ര സബ് യൂണിറ്റ് ഉണ്ട്? ഒരു യൂണിറ്റ് മാത്രമേ ഉള്ളൂ. ഒരു R എന്ന് പറയുന്ന സബ് യൂണിറ്റ് മാത്രമേ ഇവയ്ക്ക് കാണുള്ളൂ. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർക്കൊരു റെക്കഗ്നേഷൻ സൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് R എന്ന് പറയുന്ന സബ് യൂണിറ്റ് ആണ് ഇവർക്ക് ഉണ്ടാവുക. സാധാരണഗതിയിൽ ഇവരുടെ റെക്കഗ്നേഷൻ സൈറ്റ് അൺഡിവൈഡഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ റെക്കഗ്നേഷൻ സൈറ്റ് ഞാൻ പറഞ്ഞു റെസ്ട്രിക്ഷൻ എൻസൈംസ് റെക്കഗ്നൈസ് ചെയ്യുന്ന സൈറ്റാണ് റെക്കഗ്നേഷൻ സൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ആ റെക്കഗ്നേഷൻ സൈറ്റ് തന്നെ എന്ത് ചെയ്യണമെന്നില്ല? ചിലത് ക്ലീവ് ചെയ്യണമെന്നില്ല. ഇതുപോലെ പറയുന്ന ഒന്നാണ് ടൈപ്പ് 2 എന്ന് പറയുന്നത്. ഇവരുടെ റെക്കഗ്നേഷൻ സൈറ്റ് ഇങ്ങനെ നമ്മൾ പറഞ്ഞു ഒരു എൻ്റയർ നീളത്തിലൊന്നും ഒരു DNA-യുടെ എൻ്റയർ ലെങ്തിലൊന്നും എന്ത് കാണില്ല? റെക്കഗ്നേഷൻ സൈറ്റ് കണ്ടുവരില്ല. ആ റെക്കഗ്നേഷൻ സൈറ്റ് എന്ന് പറയുന്നത് ഇനി അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് പാലിൻഡ്രോമിക്കും ആയിരിക്കും. അതിന് എത്ര ന്യൂക്ലിയോടൈഡ് ലെങ്ത് വരും? ഒരു 4 to 8 ന്യൂക്ലിയോടൈഡ്, ബേസ് പെയർ അല്ല പറയുന്നത്, ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ വരും കേട്ടോ. എത്ര പേർ വരും? 4 to 8 ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ലെങ്ത് വരും. അടുത്തത് ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരൊരു ഐസോസൈസോമേഴ്സ് ആണ്. എന്ന് വെച്ചാൽ എന്താ? എവിടെയാണോ റെക്കഗ്നേഷൻ സൈറ്റ് ഉള്ളത് അവിടെ തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്? ക്ലീവ് ചെയ്യുന്നത്. എവിടെയാണോ റെസ്ട്രിക്ഷൻ സൈറ്റ് ഉള്ളത് അവിടെ തന്നെ ക്ലീവ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ടൈപ്പ് 2 ഏത് കാറ്റഗറിയിൽ വരുത്താം? ഐസോസൈസോമേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുത്താം. അപ്പോൾ അതുപോലെ ഇവരുടെ ആക്ടിവിറ്റി, കാരണം ആ റെസ്ട്രിക്ഷൻ സൈറ്റ് തന്നെയാണ് അവർ ക്ലീവ് ചെയ്യുന്നത്. പിന്നെ ഒരു ATP ആവശ്യം അവർക്കുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു കോഫാക്ടറായിട്ട് എന്താ ആവശ്യമില്ല? ATP എന്ന് പറയുന്ന കോഫാക്ടർ അവരുടെ ബോഡിയിൽ ഇല്ല. പക്ഷേ ഇവരുടെ ബോഡിയിൽ കാണപ്പെടുന്ന ഒരു കോഫാക്ടർ എന്ന് പറയുന്നത് Mg2+ ആണ്. ഓർത്തിരുന്നോണം. ടൈപ്പ് 2-ൽ കണ്ടുവരുന്ന കോഫാക്ടർ. ATP ആവശ്യമുണ്ടോ അവർക്ക്? ATP ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാണ്? ആ റെസ്ട്രിക്ഷൻ സൈറ്റ് തന്നെയാണ് ഇവരെന്ത് ചെയ്യുക. മാത്രമല്ല ഇവർക്ക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന മെഥിലേഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പൊക്കെ വരുമ്പോഴാണ് ട്രൈഫോസ്ഫേറ്റൊക്കെ ആഡ് ചെയ്യേണ്ടി വരുന്നത് അല്ലേ. ഇവരുടെ കോഫാക്ടർ എന്ന് പറയുന്നത് Mg2+ ആണ്. എന്തുകൊണ്ടാണ് ATP വേണ്ടാത്തതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ടൈപ്പ് 2 ഓർത്തിരുന്നോണം. ടൈപ്പ് 1-ൽ നിന്നുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇവർക്ക് എന്ത് മാത്രമേ പ്രോപ്പർട്ടി ഉള്ളൂ? റെസ്ട്രിക്ഷൻ മാത്രമാണ് ഇവരുടെ പ്രോപ്പർട്ടി. പ്രൊട്ടക്ഷൻ ഉണ്ടോ? പ്രൊട്ടക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് എത്ര കോഫാക്ടർ ഉണ്ട്? ആകെ ഒരു കോഫാക്ടറേ ഉള്ളൂ. റെസ്ട്രിക്ഷൻ സൈറ്റ് മാത്രം റെക്കഗ്നൈസ് ചെയ്ത പോരെ. അതുകൊണ്ട് തന്നെ R മാത്രമായിരിക്കും അവരുടെ ഒരു റെസ്ട്രിക്ഷൻ സൈറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ടൈപ്പ് 3 എന്ന് പറയും.
ഇവിടെ റെസ്ട്രിക്ഷൻ സൈറ്റ് റെപ്പറേറ്റ് ചെയ്യുന്നത് രണ്ട് നോൺ പാലിയൻ, അതായത് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന രണ്ട് നോൺ പാലിയൻഡ്രോമിക് സീക്വൻസുകളെ ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും. സാധാരണഗതിയിൽ നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈംസിനെ കുറിച്ച് കോമൺ ആയിട്ട് പറയുന്ന സമയത്ത് അവർ പാലിയൻഡ്രോമിക് സീക്വൻസുകളെ റെക്കഗ്നൈസ് ചെയ്യുള്ളൂ എന്ന് നമ്മൾ പറയും. പക്ഷെ അങ്ങനെയല്ല, ഡീപ്പായിട്ട് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും അവർ പാലിയൻഡ്രോമിക് സീക്വൻസുകൾ മാത്രമല്ല നോൺ പാലിയൻഡ്രോമിക് സീക്വൻസ്, അതും രണ്ട് സെപ്പറേറ്റ് നോൺ പാലിയൻഡ്രോമിക് സീക്വൻസുകളെ, അതായത് രണ്ട് ഇൻവേഴ്സ് ഡയറക്ഷനിൽ പോകുന്ന രണ്ട് നോൺ പാലിയൻഡ്രോമിക് സീക്വൻസുകളെ റെക്കഗ്നൈസ് ചെയ്യാൻ ആരെ കൊണ്ട് സാധിക്കും? ഈ ടൈപ്പ് 3 റെസ്ട്രിക്ഷൻ എൻസൈംസുകളെ കൊണ്ട് സാധിക്കും. ഇനി ഇവരൊരു നിയോഷൈസോമേഴ്സ് ആണ്. എന്താണ് നിയോഷൈസോമേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഒന്ന് പറഞ്ഞു നോക്കിക്കുക, എന്താ നിയോഷൈസോമേഴ്സ് എന്ന്? ഇതാണ് റെസ്ട്രിക്ഷൻ സൈറ്റ് എങ്കിൽ ആ റെസ്ട്രിക്ഷൻ സൈറ്റിലായിരിക്കും ഇവർ ക്ലീവ് ചെയ്യുന്നത്? അല്ല, ഈ റെസ്ട്രിക്ഷൻ സൈറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള, അതായത് ഒരു 20ഓ 30ഓ ബേസ് പെയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു റീജിയനിലായിരിക്കും ഇവരെന്ത് ചെയ്യുന്നത്? ഇവർ കട്ട് ചെയ്യുന്നത് ഒരു 20ഓ 30ഓ ന്യൂക്ലിയോടൈഡ് സീക്വൻസ്, നോട്ട് ന്യൂക്ലിയോടൈഡ് ബേസ് പെയേഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവരെന്ത് ചെയ്യുക? അവർ ക്ലീവ് ചെയ്യുന്നത്. അങ്ങനെ വരുന്നതിനെ നമ്മൾ നിന്ന് വിളിക്കുക ടൈപ്പ് 3യിലാണ് വരുന്നത്. ഇതിനകത്ത് ഒന്നിലധികം സബ് യൂണിറ്റുകളുണ്ടാവും. കാരണം രണ്ട് നോൺ പാലിയൻഡ്രോമിക് ആയിട്ടുള്ള സീക്വൻസുകളെ റെക്കഗ്നൈസ് ചെയ്യാനുള്ളത് കൊണ്ടും ഇവർക്ക് എത്ര ഉണ്ടാവും? ഇവർക്ക് ഒന്നിലധികം സബ് യൂണിറ്റ് ഉണ്ടാവും. കാരണം റെസ്ട്രിക്ഷൻ സൈറ്റും ഉണ്ട്, അതുപോലെ DNA സ്പെസിഫൈങ് സബ് യൂണിറ്റുകളും ആരിലുണ്ടാവണം? ഈ ടൈപ്പ് 3യിൽ ഉണ്ടാവണം. അതുപോലെ ഇവർക്ക് ATP ആവശ്യമുണ്ട്, അഡോമെറ്റും ആവശ്യമുണ്ട്. എന്തായിട്ട്? കോഫാക്ടേഴ്സ് ആയിട്ട്. കേട്ടോ, കോഫാക്ടേഴ്സ് ആയിട്ട് ആരെല്ലാമാണ് ആക്ട് ചെയ്യുന്നത്? അഡോമെറ്റും ATPയും ആണ്. ഇവർ രണ്ട് റോളുകൾ കുറിച്ച് ചെയ്യാനുണ്ട്. മെഥിലേഷനും ചെയ്യണം, റെസ്ട്രിക്ഷൻ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇവർക്ക് എത്ര ആഡ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് എത്ര കോഫാക്ടേഴ്സ് വേണം? അഡോമെറ്റും വേണം, ATPയും വേണം. അടുത്തത് ടൈപ്പ് 4 ആണ്. ഈ ടൈപ്പ് 4 ഇത്ര നേരം നമ്മൾ പറഞ്ഞ DNA-ക്കൊന്നും, അതായത് മോഡിഫിക്കേഷനുള്ള DNAസിനെ നമ്മൾ ക്ലീവ് ചെയ്യുന്നത്. കാരണം മെഥിലേഷൻ എന്ന് പറയുന്നത് ഒരു മോഡിഫിക്കേഷനാണ്. പക്ഷേ എക്സ്ട്രാ മോഡിഫിക്കേഷൻ വരുന്ന കുറേ അധികം DNAs ഉണ്ടാവും. എക്സ്ട്രാ മോഡിഫിക്കേഷൻ വരുന്ന DNA-കളെ ക്ലീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ് ഏതെന്ന് പറയുന്നത്? ടൈപ്പ് 4 എന്ന് പറയുന്നത്. ഇനി ഏതെല്ലാമാണ് എക്സ്ട്രാ മോഡിഫിക്കേഷൻ? ഒന്ന് നമ്മൾ പറയുന്ന പോലെ മെഥിലേറ്റഡ് DNA ആവാം, ഇല്ലെങ്കിൽ ഹൈഡ്രോക്സി മെഥിലേറ്റഡ് DNA ആവാം, ഇല്ലെങ്കിൽ ഗ്ലൂക്കോസൈൽ ഹൈഡ്രോക്സി മെഥിലേറ്റഡ് ബേസ് ഉള്ള DNA-കളാവാം. ഇങ്ങനെ ഏതെങ്കിലും മോഡിഫിക്കേഷൻസിലുള്ള DNA-കളെ ക്ലീവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന റെസ്ട്രിക്ഷൻ എൻസൈംസിനെയാണ് നമ്മളിന്ന് വിളിക്കുന്നത് ടൈപ്പ് 4 എന്ന് പറയുന്നത്. അതിനകത്ത് റെക്കഗ്നേഷൻ സൈറ്റുകളൊന്നും ഒരു സ്പെസിഫിക് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെടാത്ത റെക്കഗ്നേഷൻ സൈറ്റുകളായിരിക്കും. സാധാരണഗതിയിൽ ഇവർ ക്ലീവ് ചെയ്യുന്നത് ഇൻ കേസ് ആ റെക്കഗ്നേഷൻ സൈറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30 ബേസ് പെയേഴ്സ് എപ്പോഴും അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ സൈറ്റിൽ നിന്നും ഒരു 30 ബേസ് പെയേഴ്സ് അകലെയുള്ള ഏതെങ്കിലും ഒരു സൈറ്റിലായിരിക്കും ആര് ക്ലീവ് ചെയ്യുന്നത്? ഈ ടൈപ്പ് 4 ക്ലീവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്, റെസ്ട്രിക്ഷൻ എൻസൈംസിനെ സംബന്ധിച്ച് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് റെസ്ട്രിക്ഷൻ എൻസൈംസ്, എന്തെല്ലാം തരത്തിലുള്ള ന്യൂക്ലിയസ് എൻസൈംസ് ഉണ്ട്, ഇതെല്ലാമാണ് അതിൻ്റെ റോള്. അപ്പോൾ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ടായിരുന്നു അല്ലേ? ആദ്യമായിട്ട് റെസ്ട്രിക്ഷൻ എൻസൈംസിനെ കണ്ടുപിടിച്ചത് ആരെന്നല്ല, ഏത് ജീവിയിലാണ് കണ്ടുപിടിച്ചത്? എസ്കെരിഷ്യ കോളിയിലാണ് റെസ്ട്രിക്ഷൻ എൻസൈംസിനെ ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്. 1963-ലാണ്. കേട്ടോ, ഏത് വർഷമാണ്? 1963-ലാണ് റെസ്ട്രിക്ഷൻ എൻസൈംസിനെ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. ഇനി ഏത് ജീവിയിലായിരുന്നു കണ്ടുപിടിച്ച ജീവി? എസ്കെരിഷ്യ കോളിയായിരുന്നു. പക്ഷേ ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ബാക്ടീരിയയിലാണ്. അവിടെ നിന്നും ഐസൊലേറ്റ് ചെയ്തെടുക്കപ്പെട്ടിട്ടുള്ള എൻസൈംസിനെ നമ്മൾ പറയുന്നത് ഹൈൻഡ് എന്നാണ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഹൈൻഡ് 2-വിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ എൻസൈംസിനെയാണ് എന്തിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തിട്ടുള്ളത്? ഹീമോഫിലസ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നും ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈമാണ് എന്തെന്ന് പറയുന്നത്? ഹൈൻഡ് 2 എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ആദ്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത് ഏത് ജീവിയിലാണ്? എസ്കെരിഷ്യ കോളിയിലാണ്. ഏത് വർഷം? 1963. അതുപോലെ ഹൈൻഡ് ഐസൊലേറ്റ് ചെയ്ത വർഷവും ചോദിച്ചിട്ടുള്ളതാണ്. 1970-ലാണ്. കേട്ടോ, 1970-ലാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള മറ്റൊരു കാര്യവും നമ്മൾ പറയാൻ വിട്ടുപോയത്, ഒന്ന് ഇതിൻ്റെ നോമൻ കൾച്ചറാണ് അല്ലേ? നമ്മൾ പറഞ്ഞില്ലായിരുന്നല്ലോ. ഇപ്പോൾ ഇതിൻ്റെ നോമൻ കൾച്ചർ എഴുതുവാണെങ്കിൽ EcoRI2 ഇതെങ്ങനെ എഴുതും? എന്ന് പറയുന്നത് എന്തിനെ സ്റ്റാൻഡ് ചെയ്യും? ഇതിൻ്റെ ജീനസ് നെയിമിന്. EcoRI എന്ന് പറയുന്നത് ഈക്കോളിയിൽ കണ്ടുവരുന്ന റെസ്ട്രിക്ഷൻ എൻസൈമാണ്. എന്ന് പറയുന്നത് എന്തിനെ സ്റ്റാൻഡ് ചെയ്യും? ഇതിൻ്റെ ജീനസ് നെയിമോ
കോ എന്ന് പറയുന്ന കോളിയാണ് അല്ലേ, അതിൻ്റെ സ്പീഷ്യസ് നെയിമും. ആർ എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ സ്ട്രെയിനുമാണ് കേട്ടോ. ഇത് ഏത് സ്ട്രെയിനിലാണ് വരുന്നതെന്ന്, ഇപ്പോൾ RY3 ആണോ RY13 ആണോ എന്നൊക്കെ പറഞ്ഞാൽ സ്ട്രെയിൻ ഏത് സ്ട്രെയിൻ ആണെന്ന്. പിന്നീട് 2 എന്ന് പറയുന്നതോ അതിൻ്റെ ഒരു റെക്കഗ്നേഷൻ ഓർഡറാണ്, ഓർഡർ ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ. ഏത് ഓർഡറിലാണ്, ആദ്യമായിട്ട് കണ്ടുപിടിച്ചാണോ രണ്ടാമത്. ഈ കൊളയിൽ ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തതാണെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കും, EcoRI1 എന്ന് വിളിക്കും. രണ്ടാമത് ഐസൊലേറ്റ് ചെയ്താണല്ലോ EcoRI2 എന്ന് വിളിക്കും. അങ്ങനെ ഏതോ ഓർഡർ ഓഫ് ഐഡൻറ്റിഫിക്കേഷനാണ് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഈ റോമൻ ലെറ്റർ. ഇതാണ് റോമൻ ലെറ്റർ എന്ന് പറയുന്നത്. ആ റോമൻ ലെറ്റർ എന്ന് പറയുന്നത് എന്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഏത് ഓർഡറിലാണ് അതിനെ കണ്ടുപിടിച്ചു. അപ്പോൾ അതിൻ്റെ നോമൻ കൾച്ചർ കൂടി നിങ്ങളൊന്ന് ഓർത്തിരുന്നോണം, അതുകൂടി പറഞ്ഞ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇതിനകത്തുനിന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ റെസ്ട്രിക്ഷൻ 1നെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരുന്നു വയ്ക്കാം, ഇല്ലെങ്കിൽ അസേഷൻ ഇൻസേഷൻ ക്വസ്റ്റ്യൻസ് എല്ലാം റെസ്ട്രിക്ഷൻ സയൻസിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പഠിച്ചോണം. അതായത് കണ്ടോ, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ റിസൾട്ടാണ്. ഈ റിസൾട്ടിൽ കണ്ടുവരുന്ന ഇവരിൽ ഒരാളാവാനായിട്ട് നിങ്ങൾക്കുമുണ്ട് ചാൻസ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ചാൻസ് നിങ്ങളായിട്ട് കളയരുത്. ഏറ്റവും നന്നായിട്ട് പഠിക്കുക. സെറ്റ് എക്സാം അടുത്ത ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക, 90 ഡേയ്സ് ബാച്ച് സെറ്റ് ആസ്ട്ര 3.0. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.